ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആനുവൽ എക്സാം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിൻ്റെ ആൻസറും ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. 15 മിനിറ്റ് സമാശ്വാസ സമയമാണ്, കൂൾ ഓഫ് ടൈമാണ്. ആ സമയം നിങ്ങൾ ചോദ്യങ്ങളും നിർദ്ദേശങ്ങളും ശരിയായി വായിക്കുക. ഉത്തരം എഴുതുമ്പോൾ എത്രയാ മാർക്ക് എന്നൊക്കെ നിങ്ങൾ നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചോദ്യം നോക്കാം. ലിസ്റ്റ് ഔട്ട് ദ മേജർ ട്രേഡ്സ് റൂട്ട്സ് ഓഫ് ദ മിഡീവൽ പീരീഡ്. മധ്യകാല ലോകത്തിലെ പ്രധാനപ്പെട്ട 2 വാണിജ്യ പാതകൾ ഏതൊക്കെയാണ്? സിൽക്ക് റൂട്ട് ആൻഡ് സ്പൈസ് റൂട്ട്. സിൽക്ക് റൂട്ട് ആൻഡ് സ്പൈസ് റൂട്ട്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മെൻഷൻ എനി 2 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയിലെ ഏതെങ്കിലും 2 മൗലിക അവകാശങ്ങളെക്കുറിച്ച്, കർത്തവ്യങ്ങളെക്കുറിച്ച് എഴുതുക. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, 2 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ടു safeguard public property and abjure violence, respect national flag and national anthem, to defend the country, to value and preserve the rich heritage of our culture. ദേശീയഗാനം ആലപിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക, ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കുക, രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുക, ജനങ്ങൾക്കിടയിൽ സൗഹാർദ്ദം വളർത്തുക, പരിസ്ഥിതി സംരക്ഷിക്കുക. ഇതിൽ ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി. 2 മാർക്കിനുള്ള ചോദ്യമാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ പെർ ക്യാപിറ്റ ഇൻകം. പെർ ക്യാപിറ്റ ഇൻകത്തെക്കുറിച്ച് ഒരു ഷോർട്ട് നോട്ട് എഴുതാനാണ്. പ്രതിശീർഷ വരുമാനത്തെക്കുറിച്ച് ഒരു ഷോർട്ട് നോട്ട് എഴുതാനാണ്. ഓക്കെ, കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് ദ നാഷണൽ ഇൻകം ബൈ പോപ്പുലേഷൻ. ദേശീയ വരുമാനത്തെ മൊത്തം ജനസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോഴാണ് പ്രതിശീർഷ വരുമാനം നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, ഹെൽപ്സ് ടു നോ ദ ഇക്കണോമിക് പൊസിഷൻ ഓഫ് എ കൺട്രി. ഒരു കൺട്രിയുടെ സാമ്പത്തിക സ്ഥിതി അറിയാൻ സഹായിക്കുന്നു. ടു കമ്പയർ ദ എക്കണോമിക് പൊസിഷൻ ഓഫ് എ കൺട്രി വിത്ത് അതർ കൺട്രീസ്. മറ്റുള്ള കൺട്രിയുമായിട്ട് സാമ്പത്തിക നില താരതമ്യം ചെയ്യാൻ സഹായിക്കുന്നു. ഓക്കെ, രാജ്യങ്ങളെ തമ്മിൽ താരതമ്യം ചെയ്യാൻ സഹായിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 4ാമത്തെ ക്വസ്റ്റ്യൻ. റൈറ്റ് എനി 2 ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്ഡ് ഇൻ അഗ്രികൾച്ചർ പ്രോഗ്രസ് ഇൻ സൗത്ത് ഇന്ത്യ. സൗത്ത് ഇന്ത്യയിൽ അഗ്രികൾച്ചർ പ്രോഗ്രസ്, അതായത് കാർഷിക പുരോഗമനത്തിന് എന്തെല്ലാം ഘടകങ്ങളാണ് സഹായിക്കുന്നത്? ദക്ഷിണേന്ത്യയിലെ കാർഷിക പുരോഗതിയെ സഹായിച്ച ഏതെങ്കിലും 2 ഘടകങ്ങൾ എഴുതുക. അപ്പോൾ എന്തെല്ലാം എഴുതാം? വാട്ടർ പ്രോസ്പെരിറ്റി ഇൻ റിവർ കാവേരി. വാട്ടർ പ്രോസ്പെരിറ്റി ഇൻ റിവർ കാവേരി. കാവേരി നദിയിലെ ജലസമൃദ്ധി. അലൂവിയൽ ഡെപ്പോസിറ്റ് ഓഫ് ഇറ്റ്സ് ഡിസ്ട്രിബ്യൂട്ടറീസ്. കൈവഴികളിലൂടെ ഒഴുകിയെത്തുന്ന എക്കൽ മണ്ണ്. കനാൽ കൺസ്ട്രക്റ്റഡ് ഫോർ ഇറിഗേഷൻ ബൈ ദ ചോള കിങ്സ്. ചോള രാജാക്കന്മാർ നിർമ്മിച്ച കനാലുകൾ. ഇവയൊക്കെയാണ് സൗത്ത് ഇന്ത്യയിൽ ഈ കാർഷിക പുരോഗതിക്ക്, അഗ്രികൾച്ചർ പ്രോസ്പെരിറ്റിക്ക് കാരണമായത്. എന്താണ്? വാട്ടർ പ്രോസ്പെരിറ്റി ഇൻ റിവർ കാവേരി, അലൂവിയൽ ഡെപ്പോസിറ്റ് ഓഫ് ഇറ്റ്സ് ഡിസ്ട്രിബ്യൂട്ടറീസ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മെൻഷൻ ഇൻ 2 റിസൾട്ട്സ് ഓഫ് ഭക്തി മൂവ്മെൻറ്റ്. ഭക്തി മൂവ്മെൻറ്റിൻ്റെ എന്തെങ്കിലും 2 റിസൾട്ട് എഴുതാനാണ്. ഓക്കെ, the propagators of Bhakti culture through their words and songs maintained that everyone was equal in front of God. ദൈവത്തിൻ്റെ മുന്നിൽ എല്ലാവരും സമന്മാരാണ് എന്നൊരു ബോധം എല്ലാവർക്കും എന്നൊരു ചിന്ത ശക്തിപ്പെടുത്തു. ദിസ് സ്ട്രെങ്തൻ ദ കൺസേൺ ഓഫ് സോഷ്യൽ ഇക്വാളിറ്റി അഗെയിൻസ്റ്റ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. ജാതി വിവേചനത്തിനെതിരായിട്ടുള്ള ഒരു സാമൂഹിക സമത്വം എന്ന ചിന്ത ശക്തിപ്പെട്ടു. ദിസ് സ്ട്രെങ്തൻഡ് ദ കൺസെപ്റ്റ് ഓഫ് സോഷ്യൽ ഇക്വാലിറ്റി. ഫസ്റ്റ് പോയിൻ്റ് ആയിട്ട് എഴുതാം. ഭക്തി മൂവ്മെൻറ്റ് സ്ട്രെങ്തൻ ദ കൺസെപ്റ്റ് ഓഫ് സോഷ്യൽ ഇക്വാലിറ്റി എഗെയിൻസ്റ്റ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. പിന്നെ ദ ഐഡിയ ഓഫ് ജെൻഡർ ഇക്വാലിറ്റി ഓൾസോ ബിഗൻ ടു ടേക്ക് ഷേപ്പ്. സ്ത്രീ പുരുഷ സമത്വം എന്ന ആശയം രൂപപ്പെടാൻ തുടങ്ങി. ഓക്കെ, ദ ഐഡിയ ഓഫ് സോഷ്യൽ ഇക്വാലിറ്റി ഗോട്ട് വൈഡ് പോപ്പുലാരിറ്റി. അതും എഴുതാം. ദ ഐഡിയ ഓഫ് സോഷ്യൽ ഇക്വാലിറ്റി ഗോട്ട് വൈഡ് പോപ്പുലാരിറ്റി. റീജിയണൽ ലാംഗ്വേജ് വാസ് ഡെവലപ്ഡ്. പ്രാദേശിക ഭാഷകൾ
വികസിച്ചു. ഇവിൾ പ്രാക്ടീസസ് വർ ക്വസ്റ്റ്യൻഡ്. അനാചാരങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടു. ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി. സ്ട്രെങ്തൻഡ് ദ കൺസെപ്റ്റ് ഓഫ് സോഷ്യൽ ഇക്വാലിറ്റി. ദ ഐഡിയ ഓഫ് ജെൻഡർ ഇക്വാലിറ്റീസ് ബിഗൻ ടു ടേക്ക് ഷേപ്പ്. ദ സോഷ്യൽ ഇക്വാലിറ്റി ഗോട്ട് വൈഡ് പോപ്പുലാരിറ്റി. റീജിയൻ ലാംഗ്വേജ് ഡെവലപ്ഡ്. ഇവിൾ പ്രാക്ടീസസ് വർ ക്വസ്റ്റ്യൻഡ്. അപ്പോൾ നമ്മൾ 5 ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്തത്. ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് യൂണിവേഴ്സൽ അഡൽട്ട്? സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്നാൽ എന്ത്? ദ റൈറ്റ് ഓഫ് ഓൾ അഡൽട്ട് സിറ്റിസൺ ടു വോട്ട് ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, റിലീജിയൻ, റേസ്, language, sex, place of birth, etc. is universal adult franchise. In India, everyone who has attained 18 years of age has the right to vote. ജാതി, മത, വർഗ, ഭാഷ, ലിംഗ, പ്രദേശ വ്യത്യാസമില്ലാതെ പ്രായപൂർത്തിയായ എല്ലാവർക്കും തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശമാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത്. ഇത് ഇന്ത്യയിൽ വോട്ടവകാശം സാർവത്രികമാണ്. 18 വയസ്സുള്ള എല്ലാവർക്കും ഇന്ത്യയിൽ വോട്ടവകാശത്തിന് അർഹതയുണ്ട്. ദ റൈറ്റ് ഓഫ് ഓൾ അഡൾട്ട് സിറ്റിസൺ ടു വോട്ട് ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, റിലീജിയൻ, റേസ്, ലാംഗ്വേജ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത് ഈസ് യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 7ാമത്തെ ചോദ്യം. Name 2 landforms created by rivers. Name 2 landforms created by rivers. നദികൾ സൃഷ്ടിക്കുന്ന 2 ഭൂരൂപങ്ങളുടെ പേരെഴുതുക. നദികൾ സൃഷ്ടിക്കുന്ന 2 ഭൂരൂപങ്ങളുടെ പേരെഴുതുക. എന്തൊക്കെയാണ്? വി ഷേപ്ഡ് വാലീസ്, വാട്ടർഫോൾ, മിയാൻഡേഴ്സ് ഓർ ഫ്ലഡ് പ്ലെയിൻസ് എന്നിവയൊക്കെ നമുക്ക് എഴുതാം. ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി. ഏതൊക്കെയാണ്? വി ഷേപ്ഡ് വാലി, വി രൂപ താഴ്വര. വാട്ടർഫോൾ, വെള്ളച്ചാട്ടം. മിയാൻഡേഴ്സ്, ഓക്കെ, മിയാൻഡറുകൾ. ഓക്കെ, ഫ്ലഡ് പ്ലെയിൻസ് എന്ന് പറഞ്ഞാൽ പ്രളയ സമതലം. ഓക്സ്ബോ ലേക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്സ്ബോ തടാകങ്ങൾ. ഇതിലേതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Prepare a short note on the characteristic of the rule of Perumals. Characteristic of rules of Perumals. പെരുമാൾക്കന്മാരുടെ ഭരണത്തിൻ്റെ സവിശേഷതയെക്കുറിച്ച് ലഘു കുറിപ്പ് എഴുതാനാണ്. ഇത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്താണ്. ഓക്കെ, കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. നമുക്ക് നോക്കാം. പെരുമാൾസ് ഹാഡ് റെപ്രസെൻറ്റേറ്റീവ്സ് കോൾഡ് കോയിലധികാരികൾ. ഇൻ അഡ്മിനിസ്ട്രേഷൻ ദ പെരുമാൾസ് were assisted by നാലുതളി ദ കൗൺസിൽ ഓഫ് ബ്രാഹ്മിൻസ്. പെരുമാൾസ് ഹാഡ് എ മിലീഷ്യ കോൾഡ് 1000. പെരുമാൾസ് ലെവീഡ് ടാക്സസ് ഫ്രം നാഡൂസ്, നഗരാസ്, ടൗൺസ്. ഓക്കെ, എന്തൊക്കെയാണ് പെരുമാൾക്കന്മാരുടെ ഭരണ സവിശേഷതകൾ? എന്തെല്ലാമാണ്? കോയിലധികാരികൾ എന്ന പ്രതിനിധികൾ ഉണ്ടായിരുന്നു. കോയിലധികാരികൾ എന്ന ഭരണപ്രതിനിധികൾ ഉണ്ടായിരുന്നു. പെരുമാൾസ് ഹാഡ് റെപ്രസെൻറ്റേറ്റീവ്സ് കോൾഡ് കോയിലധികാരികൾ. പിന്നെ നാലുതളി എന്ന ബ്രാഹ്മണ സമിതി പെരുമാളിനെ ഭരണകാര്യങ്ങളിൽ സഹായിച്ചിരുന്നു. ഇൻ അഡ്മിനിസ്ട്രേഷൻ ദ പെരുമാൾസ് were assisted by നാലുതളി. പെരുമാൾസ് ഹാഡ് എ മിലീഷ്യ കോൾഡ് 1000 എന്നൊരു സൈനിക കൂട്ടം പെരുമാളിന് ഉണ്ടായിരുന്നു. ഇനി അടുത്ത 9ാമത്തെ ചോദ്യം നോക്കാം. 9th ക്വസ്റ്റ്യൻ എന്താണ്? What are the reasons for the loneliness of old age people? വൃദ്ധജനങ്ങളുടെ അനാഥത്വത്തിനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്? ഇൻക്രീസ് ഓഫ് ന്യൂക്ലിയർ ഫാമിലി, അണുകുടുംബങ്ങളുടെ വർധനവ്. ഓക്കെ, അണുകുടുംബങ്ങളുടെ വർധനവ്. ഫാമിലീസ് മൂവിങ് ടു സിറ്റീസ് ഇൻ സെർച്ച് ഓഫ് ലിവിങ് കണ്ടീഷൻ, മെച്ചപ്പെട്ട സൗകര്യങ്ങൾ തേടി നഗരങ്ങളിലേക്കുള്ള താമസം മാറൽ. എക്കണോമിക് ക്രൈസിസ്, ഹെൽത്ത് പ്രോബ്ലംസ് ആൻഡ് സ്ട്രെസ്. ഓക്കെ, സാമ്പത്തിക പ്രതിസന്ധി, പിന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ, പിന്നെ സ്ട്രെസ്സ്, മാനസിക പിരിമുറുക്കം എന്നിവയൊക്കെയാണ് ഓൾഡ് ഏജിലുള്ളവർ സഹിക്കുന്ന അവരുടെ പ്രശ്നങ്ങൾ. ഓക്കെ, കംപ്ലീറ്റ് ദ ചാർട്ട്. ഈ ചാർട്ട് ഇനി കംപ്ലീറ്റ് ചെയ്യാനാണ്. എക്കണോമിക് സിസ്റ്റം എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് എ ഒന്നും എഴുതിയിട്ടില്ല. ബി ക്യാപിറ്റലിസ്റ്റ് എക്കോണമി എഴുതിയിട്ടുണ്ട്. ഇനി ബി എന്താണെന്ന് നമ്മൾ എഴുതണം. ഓക്കെ, അപ്പം ബി എന്താണ്? ഓക്കെ, മിക്സഡ്, യെസ്, സോഷ്യലിസ്റ്റ് എക്കോണമി, മിക്സഡ് എക്കോണമി. എ സോഷ്യലിസ്റ്റ് എക്കോണമി, മിക്സഡ് എക്കോണമി. അപ്പോൾ എക്കണോമിക് സിസ്റ്റം 3 എണ്ണം ഉള്ളത്. ഒന്ന് സോഷ്യലിസ്റ്റ്, ഒന്ന് ക്യാപിറ്റലിസ്റ്റ്, ഒന്ന് മിക്സ്ഡ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ
are the ideas included in the right to equality in the Indian Constitution? What are the ideas included in the right to equality in the Indian Constitution? ഇന്ത്യ ഭരണഘടനയിലെ സമത്വത്തിനുള്ള അവകാശങ്ങൾ ഉൾപ്പെടുന്ന ആശയങ്ങൾ എന്തെല്ലാം? ഓക്കെ, എൻഷർ ഇക്വാലിറ്റി ബിഫോർ ലോ. എൻഷർ ഇക്വാലിറ്റി ബിഫോർ ലോ. പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ബേസിസ് ഓഫ് കാസ്റ്റ്, റിലീജിയൻ, റേസ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത്, എക്സെട്ര. എൻഷർ ക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ പബ്ലിക് എംപ്ലോയ്മെൻറ്റ്സ്. എന്തൊക്കെയാണ്? നിയമത്തിന് മുന്നിൽ സമത്വം ഉറപ്പാക്കുക. എൻഷർ ഈക്വാലിറ്റി ബിഫോർ ലോ. പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ബേസിസ് ഓഫ് കാസ്റ്റ്, റിലീജിയൻ, റേസ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത്, എക്സെട്ര. ജാതി, മതം, വർഗം, ലിംഗം, ജനന സ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം നിരോധിക്കൽ. എൻഷർ ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ പബ്ലിക് എംപ്ലോയ്മെൻറ്റ്സ്. പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കുക. ഇനി നമുക്ക് 12ാമത്തെ ചോദ്യം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നെയിം എനി 3 നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഒക്കറിങ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന ഏതെങ്കിലും 3 പ്രകൃതി ദുരന്തങ്ങളുടെ പേരെഴുതാനാണ്. എന്തൊക്കെ എഴുതാം? ഫസ്റ്റ് വൺ സൈക്ലോൺ, ലൈറ്റ്നിങ്, എർത്ത് ക്വാക്ക്, സുനാമി, ലാൻഡ് സ്ലൈഡ്. ഓക്കെ, സൈക്ലോൺ, ലൈറ്റിംഗ്, എർത്ത് ക്വാക്ക്, സുനാമി, ലാൻഡ് സ്ലൈഡ്. ചുഴലിക്കാറ്റ്, ഭൂകമ്പം, ഉരുൾപൊട്ടൽ, ഇടിമിന്നൽ, സുനാമി, വെള്ളപ്പൊക്കം, അങ്ങനെ നമുക്ക് കുറേ കാര്യങ്ങൾ എഴുതാം. ഏതെങ്കിലും 3 പോയിൻറ്റ്സ് എഴുതിയാൽ മതി. ഇനി നമുക്ക് 13ാമത്തെ ചോദ്യം നോക്കാം. ഓക്കെ, 13ാമത്തെ ചോദ്യം എന്താണ്? ഹൗ ഡസ് എഡ്യൂക്കേഷൻ ഹെൽപ്പ് ഇൻ അറ്റൈനിങ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്? വിദ്യാഭ്യാസം മാനവ വികസനത്തിൻ്റെ വളർച്ചയെ സഹായിക്കുന്നത് എങ്ങനെ? ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, increase in employment opportunities, increase in the number of people receiving education. Okay, increase in income and purchasing power, better standard of living. എങ്ങനെയാണ് വിദ്യാഭ്യാസം ഒരു ബെറ്റർ സ്റ്റാൻഡേർഡ് ലിവിങ്ങിലേക്ക് ആകുന്നത്? എങ്ങനെയാണ്? മികച്ച വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഉണ്ടാകുന്നു. അപ്പോഴെന്താണ്? കൂടുതൽ പേർ വിദ്യാഭ്യാസം നേടുന്നു, നല്ല ജോലി സാധ്യത ഉണ്ടാകുന്നു, വരുമാനവും വാങ്ങൽ ശേഷിയും വർദ്ധിക്കുന്നു, മികച്ച ജീവിത സാഹചര്യങ്ങൾ നേടാൻ കഴിയുന്നു. എന്തൊക്കെയാണ്? Increase in the number of people receiving education, increase in employment opportunities to educated people, increase in income and purchasing power, better standard of living. ഇനി നമുക്ക് 14th questions നോക്കാം. Name any 3 factors that influence the distribution of a population. Population distributionനെ എഫക്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും 3 കാര്യങ്ങൾ എഴുതാനാണ്. ക്ലൈമറ്റ്, അർബനൈസേഷൻ, മിനറൽ, സോയിൽസ്, അവൈലബിലിറ്റി ഓഫ് വാട്ടർ, ഫിസിയോഗ്രഫി. എന്തൊക്കെയാണ്? ക്ലൈമറ്റ്, അർബനൈസേഷൻ, മിനറൽസ്, സോയിൽസ്, അവൈലബിലിറ്റി ഓഫ് വാട്ടർ, ഫിസിയോഗ്രഫി. കാലാവസ്ഥ, നഗരവൽക്കരണം, അതേപോലെ ധാതുക്കൾ, മണ്ണിനങ്ങൾ, ജലലഭ്യത, വ്യവസായവൽക്കരണം, ഭൂപ്രകൃതി. ഇതൊക്കെയാണ് പോപ്പുലേഷനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. ഇനി അടുത്തത് നോക്കാം. വാട്ട് ആർ ദ മെയിൻ ഗോൾസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്? സുസ്ഥിര വികസനത്തിൻ്റെ മെയിൻ ഗോൾ എന്തൊക്കെയാണ്? 3 എഴുതിയാൽ മതി. എൻവയോൺമെൻറ്റൽ ഗോൾ, എക്കണോമിക് ഗോൾ, സോഷ്യൽ ഗോൾസ്. എന്തൊക്കെയാണ്? എൻവയോൺമെൻറ്റൽ ഗോൾ, എക്കണോമിക് ഗോൾ, സോഷ്യൽ ഗോൾ. പാരിസ്ഥിതിക ലക്ഷ്യങ്ങൾ, സാമ്പത്തിക ലക്ഷ്യങ്ങൾ, സാമൂഹിക ലക്ഷ്യങ്ങൾ. ഇനി നമുക്ക് 16th ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ മേജർ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദ അർബൻ സെൻറ്റേഴ്സ്. അർബൻ സെൻറ്റേഴ്സ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്? സ്ലംസ്, ട്രാഫിക് പ്രോബ്ലംസ്, പൊല്യൂഷൻ. എന്തൊക്കെയാണ്? സ്ലംസ്, ചേരികൾ, ട്രാഫിക് പ്രോബ്ലംസ്, ഗതാഗത പ്രശ്നങ്ങൾ, പൊല്യൂഷൻ, മലിനീകരണം. ഇനി നമുക്ക് 17ാമത്തെ ചോദ്യം നോക്കാം. മെൻഷൻ ദ മെത്തേഡ്സ് ഫോർ കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം. നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ്സ് 3 മെത്തേഡ് എഴുതാനാണ് പറഞ്ഞത്. പ്രോഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഉൽപ്പാദന രീതി, വരുമാന രീതി, ചെലവ് രീതി. ഓക്കെ, 3 മെത്തേഡാണുള്ളത്. പ്രോഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. എന്തൊക്കെയാണ്? അതായത് കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള 3 രീതികളാണ് നമ്മൾ പറഞ്ഞത്. ഇനി 18ാമത്തെ ചോദ്യം നോക്കാം. പോയിൻ്റ് ഔട്ട് എനി 3 പ്രീക്കോഷണറി സ്റ്റെപ്സ് ടു ബി ഫോളോഡ് ഇൻ ദ ഈവൻറ്റ് ഓഫ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് അതായത് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പെട്ടെന്ന് ചെയ്യേണ്ടതെന്ന്.
പ്രൊവൈഡ് ഇമ്മീഡിയറ്റ് മെഡിക്കൽ എയ്ഡ് ടു ദ ഇഞ്ചേർഡ്. പരിക്കേറ്റവർക്ക് എത്രയും വേഗം വൈദ്യസഹായം എത്തിക്കുക. ഡു നോട്ട് ബിലീവ് ഓർ സ്പ്രെഡ് റൂമേഴ്സ്. ഊഹാപോഹങ്ങൾ വിശ്വസിക്കാതിരിക്കുക, അത് നമ്മൾ പ്രചരിപ്പിക്കാതിരിക്കുക. കീപ് ഓൺലി പ്രഷ്യസ് ഐറ്റംസ് ഓർ ഡോക്യുമെൻറ്റ്സ്. വിലപിടിപ്പുള്ള രേഖകളോ വസ്തുക്കളോ മാത്രം ഒപ്പം കരുതുക. ഡ്രിങ്ക് ബോയിൽഡ് വാട്ടർ ഓൺലി. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. കീപ് ദ നെസസറി മെഡിസിൻസ്. അത്യാവശ്യമുള്ള മരുന്നുകൾ മാത്രം എടുക്കുക. ഇനി നമുക്ക് 90th ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, 19ാമത്തെ ചോദ്യം നോക്കാം. മാച്ച് ദ ഫോളോയിങ് ആണ്. കോളം എയും കോളം ബിയും മാച്ച് ചെയ്യാനാണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദ ഫ്രാങ്കിഷ് എംപയർ. ദ ഫ്രാങ്കിഷ് എംപയർ എന്താണ്? ഷാലമീൻ. ഓക്കെ, ഫ്രാങ്കിഷ് എംപയർ നമുക്ക് എന്താണ്? ഷാലമീൻ എന്ന് എഴുതാം. ദ അറബ് എംപയർ. അറബ് എംപയർ എങ്ങനെയാണ്? ഹാറൂൺ അൽ റഷീദുമായിട്ട് നമുക്ക് മാച്ച് ചെയ്യാം. അറബ് എംപയർ ഹാറൂൺ അൽ റഷീദ്. ദ ഈസ്റ്റേൺ റോമർ എംപയർ ജസ്റ്റീനിയൻ. ദ മംഗോളിയൻ എംപയർ ചെങ്കിസ് ഖാൻ. ഓക്കെ, ദ ഫ്രാങ്കിഷ് എംപയർ ഷാലമീൻ. അറേബ്യൻ എംപയർ ഹാറൂൺ അൽ റഷീദ്. ഈസ്റ്റേൺ റോമൻ എംപയർ ജസ്റ്റീനിയൻ. മംഗോളിയൻ എംപയർ ചെങ്കിസ് ഖാൻ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മെൻഷൻ എനി 4 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, മെൻഷൻ എനി 4 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയിലെ ഏതെങ്കിലും 4 മൗലികാവകാശങ്ങൾ എഴുതുക. ഏതെങ്കിലും 4 മൗലികാവകാശങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ്? റൈറ്റ് ടു ഇക്വാലിറ്റി, സമത്വത്തിനുള്ള അവകാശം. റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, എന്താണ്? ചൂഷണത്തിനെതിരെയുള്ള അവകാശം. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, ഭരണഘടനാപരമായ പരിഹാരം കാണുന്നതിനുള്ള അവകാശം. അപ്പോൾ ഇത് 4 മാർക്കിൻ്റെ ചോദ്യമാണ്. അതിനനുസരിച്ച് നമ്മൾ ഉത്തരം എഴുതണം. ഓക്കെ, ഇനി 21ാമത്തെ ചോദ്യം നോക്കാം. മെൻഷൻ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലേറ്റ് മൂവ്മെൻറ്റ്സ്. എക്സ്പ്ലെയിൻ എനി വൺ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പ്ലേറ്റ്സ് മൂവ്മെൻറ്റ്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ് ഏതൊക്കെയാണ്? വിവിധ തരം ഫലക ചലനങ്ങൾ ഏതെങ്കിലും ഒന്ന് വിശദീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, കൺവേർജൻറ്റ് മാർജിൻ. പ്ലേറ്റ്സ് മൂവ് ടുവേർഡ്സ് ഈച്ച് അതർ. ഫോൾഡ് മൗണ്ടൻ ഓഷ്യൻ ട്രെഞ്ചസ്. ഡൈവേർജൻറ്റ് മാർജിൻ. പ്ലേറ്റ്സ് മൂവ് എവേ ഫ്രം ഈച്ച് അതർ. ട്രാൻസ്ഫോം മാർജിൻ, അതായത് ഷിയർ മാർജിൻസ്. പ്ലേറ്റ്സ് സ്ലൈഡ് പാസ്റ്റ് ഈച്ച് അതർ. അപ്പോൾ 3 തരം ഫലക ചലനങ്ങളാണ് ഉള്ളതെന്ന് നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ്? കൺവേർജൻ മാർജിൻ, അതായത് ഡൈവേർജൻ മാർജിൻ, ട്രാൻസ്ഫോം മാർജിൻ. ഇങ്ങനെ 3 ഫലക ചലനങ്ങളാണ് നമ്മൾ പഠിച്ചത്. കൺവേർജൻ, ഡൈവേർജൻ, ട്രാൻസ്ഫോമർ. അതിൽ ഫലകങ്ങൾ പരസ്പരം അടുത്ത് വരുന്ന പ്ലേറ്റ്സ് മൂവ് ടുവേർഡ്സ് ഈച്ച് അതർ ആണ് കൺവേർജൻ മാർജിൻസ് എന്ന് പറയുന്നത്. പിന്നെ രണ്ടും പരസ്പരം അകലുന്നതിനെയാണ് ഡൈവേർജൻ മാർജിൻ എന്ന് പറയുന്നത്. പരസ്പരം ഉരഞ്ഞു നീങ്ങുന്നതിനെയാണ് ട്രാൻസ്ഫോം മാർജിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ കോസസ് ദാറ്റ് ലെഡ് ടു ദ ഡീക്ലൈൻ ഓഫ് ഫ്യൂഡലിസം? ഫ്യൂഡലിസം തകരാനിടയായ കാരണം എന്തെല്ലാമാണ് എന്നാണ് ചോദിക്കുന്നത്. 22ാമത്തെ ചോദ്യം. ഓക്കെ, എന്തൊക്കെയാണ്? അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഡിക്രീസ്ഡ് ഡ്യൂ ടു ക്ലൈമറ്റ് ചേഞ്ച്. കാലാവസ്ഥ വ്യതിയാനം മൂലം അഗ്രികൾച്ചർ പ്രൊഡക്ഷന് കുറഞ്ഞു. ഓക്കെ, ഫാമിൻ എന്ന് പറഞ്ഞാൽ ക്ഷാമം. പ്ലേഗ് ആൻഡ് ബ്ലാക്ക് ഡെത്ത്, പ്ലേഗ് പോലെയുള്ള പകർച്ചവ്യാധികൾ. ക്രൂസൈഡ്സ് എന്ന് പറഞ്ഞാൽ കുരിശു യുദ്ധങ്ങൾ. കിങ്സ് മോണോപോളി ഓഫ് ഗൺ പൗഡർ, രാജാക്കന്മാരുടെ വെടിമരുന്നിൻ്റെ കുത്തക. ഇതൊക്കെയാണ് എന്തിന് ഫ്യൂഡലിസം തകരാൻ ഇടയാക്കിയ കാരണങ്ങൾ. വാട്ട് ആർ ദ ഡിഫിക്കൽട്ടീസ് ഇൻ കാൽക്കുലേറ്റിംഗ് ദ നാഷണൽ ഇൻകം ഓഫ് ഇന്ത്യ? നാഷണൽ ഇൻകം, ദേശീയ വരുമാനം കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ഡിഫിക്കൽട്ടീസ്, ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നാണ്. ലാക്ക് ഓഫ് റിലയബിൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ, വിശ്വാസയോഗ്യമായ കണക്കിൻ്റെ അഭാവം. ദർ ഇസ് എ ചാൻസ് ഓഫ് ഡബിൾ കൗണ്ടിങ്,
ഡബിൾ കൗണ്ടിങ്ങിൻ്റെ ഒരു ചാൻസ് കാണുന്നുണ്ട്. സർവീസ് ഓഫ് ഹൗസ് വൈഫ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ നാഷണൽ ഇൻകം. വീട്ടമ്മമാരുടെ ആ സർവീസ് ഒന്നും ദേശീയ വരുമാനത്തിൽ കണക്കാക്കുന്നില്ല. ദ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ഫോർ സെൽഫ് കൺസംഷൻ ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ എസ്റ്റിമേഷൻ ഓഫ് നാഷണൽ ഇൻകം. സ്വന്തം ഉപഭോഗത്തിന് മാത്രം ഉൽപ്പാദിക്കപ്പെടുന്ന അത് ദേശീയ വരുമാനത്തിൽ പരിഗണിക്കുന്നില്ല. ഉദാഹരണം, വീട്ടിലെ പച്ചക്കറിത്തോട്ടം, അത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. പക്ഷെ അതൊന്നും നാഷണൽ ഇൻകത്തിൽ കണക്കാക്കുന്നില്ല. ഇഗ്നറൻസ് ആൻഡ് ഇല്ലിറ്ററസി ഓഫ് ദ പീപ്പിൾ ക്രിയേറ്റ് പ്രോബ്ലംസ് ഇൻ കളക്ടിങ് സ്റ്റാറ്റിക്കൽ ഡാറ്റ. അപ്പോൾ ആളുകളുടെ നിരക്ഷരതയും അറിവില്ലായ്മയും ഈ ഡാറ്റകൾ കളക്ട് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ഏതെങ്കിലും 4 പോയിൻ്റ് എഴുതിയാൽ മതി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. റൈറ്റ് എ നോട്ട് ഓൺ എർത്ത് കോക്സ്. ഭൂകമ്പങ്ങളെക്കുറിച്ച് എഴുതാനാണ്. ഓക്കെ, അപ്പം നമുക്ക് പ്ലേറ്റ്സ്, ഭൂകമ്പത്തിൻ്റെ കാരണങ്ങൾ എന്താണ്? പ്ലേറ്റ് മൂവ്മെൻറ്റ്സ്, ഫോൾട്ടിങ്, കൊളാപ്സ് ഓഫ് റൂഫ്സ് ഓഫ് മൈൻസ്, പ്രഷർ ഇൻ റിസർവോയേഴ്സ്, വോൾക്കാനിക് ഇറപ്ഷൻസ്. ഭൂകമ്പത്തിന് കാരണം എന്താണ്? ഖനികളുടെ മേൽക്കൂര ഇടിഞ്ഞു വീഴുന്നത്, അതേപോലെ തന്നെ ജലസംഭരണികളുടെ സമ്മർദ്ദം, പ്രഷർ ഇൻ റിസർവോയേഴ്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ മെഷേഴ്സ് അഡോപ്റ്റഡ് ബൈ ദ റൂളേഴ്സ് ഓഫ് ദ പ്രോഗ്രസ് ഓഫ് ട്രേഡ് ഇൻ ഇന്ത്യ? കച്ചവടത്തിന് വേണ്ടി ഇവിടെ എന്തൊക്കെ സൗകര്യങ്ങളാണ് പണ്ടുണ്ടാക്കിയിരുന്നത്? കൺസ്ട്രക്ട് റോഡ്സ് കണക്റ്റിംഗ് മേജർ സിറ്റീസ്. പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് റോഡുകൾ നിർമ്മിച്ചു. ഗ്രാൻഡ് ലോൺസ് ടു ട്രേഡേഴ്സിന് ലോണൊക്കെ കൊടുത്തു. കൺസ്ട്രക്ട് സെറായ്സ് എന്ന് പറഞ്ഞാൽ റെസ്റ്റ് ഹൗസ്, സെറായികൾ എന്ന് പറഞ്ഞാൽ വിശ്രമ കേന്ദ്രങ്ങൾ നിർമ്മിച്ചു. ഇംപ്ലിമെൻറ്റ് യൂണിഫോം ടാക്സേഷൻ, ഏകീകൃത നികുതി സമ്പ്രദായം നടപ്പിലാക്കി. പോസ്റ്റൽ ഫെസിലിറ്റീസ് വെർ മെയ്ഡ് എഫിഷ്യൻറ്റ്. ഇംപ്ലിമെൻറ്റഡ് എഫിഷ്യൻറ്റ് കോയിനേജ് സിസ്റ്റം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കംപ്ലീറ്റ് ദ ചാർട്ട് റിലേറ്റഡ് ടു ദ ഭക്തി മൂവ്മെൻറ്റ്. ഭക്തി മൂവ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത ചാർട്ട് പൂരിപ്പിക്കാനാണ്. ഓക്കെ, ബഹിനാബായി മീരാബായി രാജസ്ഥാൻ. ഓക്കെ, മീരാബായി രാജസ്ഥാൻ. ഓക്കെ, ബഹിനാബായി എവിടെയാണ്? മഹാരാഷ്ട്ര. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം മഹാരാഷ്ട്ര എന്ന് എഴുതാം. ഓക്കെ, ബഹിനാബായി മഹാരാഷ്ട്ര. അക്ക മഹാദേവി കർണാടകയിലാണ്. അക്ക മഹാദേവി എവിടെയാണ്? കർണാടക. ഓക്കെ, കർണാടക. ആണ്ടാൾ തമിഴ്നാട്ടിലാണ്, തമിഴ്നാട്. ഓക്കെ, ലാൽദേദ് കാശ്മീർ. ലാൽദേദ് എവിടെയാണ്? കാശ്മീർ. ഓക്കെ, അപ്പോൾ മീരാബായി രാജസ്ഥാൻ, ബഹിനാബായി മഹാരാഷ്ട്ര, അക്ക മഹാദേവി കർണാടകം, ആണ്ടാൾ തമിഴ്നാട്, ലാൽദേദ് കാശ്മീർ. ഓക്കെ, ഇനി നമുക്ക് 27ാമത്തെ ചോദ്യം നോക്കാം. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ? ദ ഫങ്ഷൻസ് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ സൂപ്പർവൈസ് ദ ഇലക്ഷൻ, പ്രിപ്പയർ വോട്ടേഴ്സ് ലിസ്റ്റ്, ഡിക്ലെയർ ദ ഡേറ്റ്സ് ഓഫ് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഇലക്ഷൻ, allot election symbols, frame code of conduct, the appointment and training of election officials, voting, counting of votes and declaration of result, examining the election expenses of candidates. ഇത്രയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഫങ്ഷൻസ്. ഇനി അടുത്തത് മാച്ച് ദ ഫോളോയിങ് ആണ്. എ വിത്ത് അപ്രോപ്രിയേറ്റ് ഐറ്റംസ് ഇൻ കോളം ബി. ഓക്കെ, റിവർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെഴുതാം? റിവർ, വാട്ടർഫോൾസ്, റിവറുമായി ബന്ധപ്പെട്ടുള്ള വാട്ടർഫോൾസ്. വേവ്സ് എന്താണ്? വേവ്സ് എവിടെ ഉണ്ടാവുക? ബീച്ചുകളിലാണല്ലേ തിരമാലകൾ ഉണ്ടാവുക. വേവ്സ്, ബീച്ച്. വിൻഡ് എന്ന് പറഞ്ഞാൽ കാറ്റ് എന്താണ്? സാൻഡ് ഡ്യൂൺസ്, മണൽക്കൂനകൾ ഉണ്ടാകുന്നു. അണ്ടർഗ്രൗണ്ട് വാട്ടർ സ്റ്റാലക്ട്രൈറ്റുകൾ. എന്താണ്? സ്റ്റാലക്ട്രൈറ്റുകൾ. അപ്പോൾ റിവേഴ്സ് എന്ന് പറയുന്നത് വാട്ടർഫോൾസ്, വേവ്സ് എന്ന് പറയുന്ന ബീച്ച്, വിൻഡ് എന്ന് പറഞ്ഞാൽ സാൻഡ് ഡ്യൂൺസ്, അണ്ടർഗ്രൗണ്ട് വാട്ടർ എന്ന് പറഞ്ഞാൽ സ്റ്റാലക്ട്രൈറ്റുകൾ. ഓക്കെ, ഇനി അടുത്ത പ്രിപ്പയർ നോട്ട് ഓൺ ദ ആർട്ട് ഓഫ് മിഡീവൽ കേരളത്തിൽ ഒരുപാട് ആർട്ട് ഫോം ഉണ്ടായിരുന്നു. അപ്പോൾ ഏതെങ്കിലും ഒന്നിനെക്കുറിച്ച് എഴുതുക. മോഹിനിയാട്ടം, കഥകളി, ഓട്ടംതുള്ള, പടയണി, തെയ്യം, ഒപ്പന, മാർഗംകളി, ഇതൊക്കെ മിഡീവൽ കേരളയിലുണ്ടായിരുന്ന ആർട്ട് ഫോംസ് ആണ്. ഇനി അടുത്ത് നോക്കാം. വാട്ട് ആർ ദ പ്രോബ്ലംസ് കോസ്ഡ് ബൈ ദ യൂസ് ഓഫ് ഇൻടോക്സിക്കൻസ്? അതായത് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതിൻ്റെ പ്രോബ്ലംസ് എന്തൊക്കെയാണ്? ഇൻക്രീസ് ക്രൈംസ്, അതായത് കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നു. പിന്നെ കോസ് മെൻ്റൽ ആൻഡ് ഫിസിക്കൽ പ്രോബ്ലംസ്, മെൻ്റലായിട്ട് ഫിസിക്കലായിട്ട് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കോസ് ഫാമിലി പ്രോബ്ലംസ് ഉണ്ടാകുന്നു. കോസ് എക്കണോമിക് ക്രൈസിസ്, സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടാകുന്നു. കോസ് ആക്സിഡൻറ്റ്, ഡെത്ത്,
മരണങ്ങൾ, ആത്മഹത്യ, അപകടമരണം ഇതൊക്കെ സംഭവിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 31st ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് മിക്സഡ് എക്കോണമി? മിക്സഡ് എക്കണോമിൻ്റെ ഫീച്ചേഴ്സ് ഏതാണ്? എക്സിസ്റ്റൻസ് ഓഫ് ബോത്ത് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സെക്ടേഴ്സ് കമ്പൈൻ ചെയ്തതാണ് മിക്സഡ് എക്കോണമി. എക്കണോമി വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് പ്ലാനിങ്, ഇമ്പോർട്ടൻസ് ടു വെൽഫെയർ ആക്ടിവിറ്റീസ്, ക്ഷേമപ്രവർത്തനങ്ങൾക്കാണ് പ്രാധാന്യം, എക്സിസ്റ്റൻസ് ഓഫ് ബോത്ത് ഫ്രീഡം ഓഫ് പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് വെൽത്ത് ആൻഡ് എക്കണോമിക് കൺട്രോൾ, സ്വകാര്യ സ്വത്തിന് അവകാശത്തിനുള്ള സ്വാതന്ത്ര്യവും സാമ്പത്തിക നിയന്ത്രണവും ഒരുപോലെ നിലനിൽക്കുന്നു. ഇനി നമുക്ക് 32ാമത്തെ ചോദ്യം നോക്കാം. ഇവിടെ 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആൻസർ 2 ക്വസ്റ്റ്യൻസ് ഫ്രം 30 to 35 ഈച്ച് ക്യാരീസ് 6 സ്കോർ. 6 മാർക്കിൻ്റെ ചോദ്യമാണ്. ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി. അപ്പോൾ ആദ്യത്തെ ചോദ്യം, ദ ഗ്രേറ്റസ്റ്റ് സ്പെഷ്യാലിറ്റി ഓഫ് ദ മിഡീവൽ സോഷ്യോ എക്കണോമിക് സ്ട്രക്ചർ വാസ് ദ ഗിൽഡ്സ്. എക്സ്പ്ലെയിൻ. അപ്പോൾ ഗിൽഡുകളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. The rapid increase of trade in the medieval European cities, the formation of specific occupational sectors, the necessity to withstand the excessive taxation and exploitation, the sense of organization. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടാണ് ഗിൽഡുകൾ രൂപപ്പെട്ടത്. അതായത് ഗിൽഡുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വിവിധ തരം തൊഴിൽ മേഖലയിലെ വിദഗ്ധരുടെ സംഘങ്ങളായിരുന്നു. അപ്പോൾ പലതരം ഗിൽഡുകൾ ഉണ്ടായിരുന്നു. ഓക്കെ. എയിം ഓഫ് ഗിൽഡ്സ് ഫോസ്റ്റർ മ്യൂച്വൽ ഹെൽപ്പ് ആൻഡ് കോപ്പറേഷൻ, പരസ്പര സഹായവും സഹകരണവും വളർത്തുക. പിന്നെ അതേപോലെ ടു മെയിൻറ്റെയിൻ ദ മൊണോപ്പൊളി ഓഫ് ദ മാർക്കറ്റിൻ്റെ കുത്തക നിലനിർത്തുക. ദ അറ്റൈൻമെൻറ്റ് ഓഫ് എക്കണോമിക് സ്റ്റെബിലിറ്റി, സാമ്പത്തിക സ്ഥിരത കൈവരിക്കുക. ഓക്കെ. ഡിക്ലൈൻ, അവരുടെ തകർച്ചയ്ക്ക് കാരണം എന്തായിരുന്നു? ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് ഗ്രോത്ത് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. അപ്പോൾ അതാണ് ഒരു ചോദ്യം. പിന്നെ രണ്ടാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് കണ്ടൻസേഷൻ. കണ്ടൻസേഷൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് എഴുതാനാണ്. ഡ്യൂ. ഓക്കെ. ദ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ക്ലിങ്ങിങ് ഓൺ ടു ദ ബ്ലേഡ്സ് ഓഫ് ഗ്രാസ് ആൻഡ് ലീവ്സ് ഇയർലി ഇൻ ദ മോർണിംഗ്. Frost, places on the earth where the night temperature falls below 0 degree, ice crystals formed, tiny ice crystals formed. Fog or mist, the condensed tiny droplets of water formed by the cooling of air remain suspended in the atmosphere during winter. If the range of visibility is less than 1 kilometer, it is termed fog. If the range of visibility is more than 1 kilometer, it is called a mist. Okay. അപ്പോൾ ഇത്രയും ക്ലൗഡ്സ് ഫോംഡ് ബൈ ദ കണ്ടൻസേഷൻ ഓഫ് വാട്ടർ വേപ്പർ അറൗണ്ട് ദ ഫൈൻ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. ഇത്രയാണ് ഫോം ഓഫ് കണ്ടൻസേഷൻ ഉള്ളത്. 6 മാർക്കിൻ്റെ ചോദ്യമാണ്. ഇനി കമ്പയർ ദ ഫീച്ചർ ഓഫ് മാൻസബ്ദാരി ആൻഡ് ജാഗിർദാരി സിസ്റ്റം. മാൻസബ്ദാരിയും ജാഗിർദാരി സിസ്റ്റത്തെയും കുറിച്ച് എഴുതാനാണ്. റിഫോം ഇൻട്രൊഡ്യൂസ്ഡ് ബൈ മുഗൾ എംപറർ അക്ബർ. അക്ബർ നടപ്പിലാക്കിയ സമ്പ്രദായമാണ് മാൻസബ്ദാരി സിസ്റ്റം. Mansab rank or position of a Mughal military officer. Mansab rank or position of a Mughal military officer. Mansabdar, those who led the position of military. The rank of a Mansabdar was determined by a number of horses and cavalry he maintained. Each Mansab had 2 subdivisions called Sat and Savar. Okay. In Jagirdari system introduced by Mughal Empire, granted land in lieu of salary to the Mansabdar, granted land owners Jagir. Possession right of the land were provided to Jagirdars. Okay. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത 6 മാർക്കിൻ്റെ ചോദ്യമാണ്. ഓഷ്യൻസ് ആർ യൂസ്ഫുൾ ടു മാൻ ഇൻ മെനി വേയ്സ്. എക്സ്പ്ലെയിൻ. ഓഷ്യൻസ്, സമുദ്രങ്ങൾ നമുക്ക് ഉപയോഗപ്രദമാണ്. എങ്ങനെയൊക്കെയാണ്? ഇൻഫ്ലുവൻസിങ് അവർ ക്ലൈമറ്റ്, പ്രൊവൈഡിങ് മിനറൽ ഡെപ്പോസിറ്റ്സ്, ഹെൽപ്പിംഗ് പവർ ജനറേഷൻ, providing source of food, drinking water from the sea, providing job opportunities, possibilities for tourism, ocean transport. ഇതൊക്കെ ഓഷ്യൻസ് നമുക്ക്, സമുദ്രങ്ങൾ നമുക്ക് ചെയ്യുന്ന ഉപകാരങ്ങളാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ 2 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്തത്. താങ്ക് യു.